CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ പേരാവൂരിൽ LDF സ്ഥാനാർത്ഥിയാകും. തളിപ്പറമ്പിൽ MV ഗോവിന്ദിന് പകരം ഭാര്യയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമള മത്സരിക്കും. മട്ടന്നൂരിൽ VK സനോജും തലശ്ശേരിയിൽ കാരായി രാജനും സ്ഥാനാർത്ഥികളാകും. സ്ഥാനാർത്ഥി പട്ടിക CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. പാലക്കാട്ടെ തൃത്താല, നെന്മാറ, മലമ്പുഴ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പേരാവൂരിൽ സണ്ണി ജോസഫ് KK ശൈലജ സൂപ്പർ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. പാർട്ടി ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടൈം വ്യവസ്ഥയിൽ ഇളവ് വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തെ തുടർന്നാണ് മട്ടന്നൂരിൽ KK ശൈലജ മത്സരിക്കില്ലെന്ന് ഉറപ്പായത്. ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റാണ് KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആര് മത്സരിച്ചാലും പേരാവൂരിൽ CPIM ജയിക്കുമെന്ന് KK ശൈലജ. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി. സൗഹൃദ മത്സരമെന്ന് സണ്ണി ജോസഫ്. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടത്തുന്ന സ്ഥലമാണ്. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? LDFന്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. 2 ടൈം പൂർത്തിയാക്കിയ സ്പീക്കർ AN ഷംസീറിന് പകരം തലശ്ശേരിയിൽ കാരായി രാജനും മട്ടന്നൂരിൽ VK സനോജും മത്സരിക്കും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വിഹിതമുയർത്തിയ തൃത്താല, നെന്മാറ, മലമ്പുഴ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശിച്ചു. പാലക്കാട് ജില്ലയിൽ CPIMലെ 7 സിറ്റിംഗ് MLAമാർ മത്സരിക്കും. ആലത്തൂരിൽ 2 ടൈം പൂർത്തിയായ KD പ്രസന്നൻ മാറും. പാലക്കാട് ബ്യൂറോക്കൊപ്പം 24 കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മിക്കയിടത്തും ഒറ്റപ്പേരിലേക്ക് എത്തിക്കഴിഞ്ഞെന്നും വിസ്മയങ്ങൾ ഇനിയുമുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഹൈക്കമാൻഡുമായി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായതോടെയാണ് 60 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ഒപ്പം ചില വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും VD സതീശൻ. വരട്ടെ, സമയമാകട്ടെ, ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാതിരിക്കണേ. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായാണ് സൂചന. 60 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒറ്റപ്പേരിലേക്ക് എത്തിയെന്നും VD സതീശൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പൊ നാളെ പ്രഖ്യാപിക്കണമെങ്കിൽ 50 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ 60 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. ഒരു തർക്കവും ഇല്ലാതെ തയ്യാറാണ്. ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിട്ടില്ലെങ്കിലും ചില സീറ്റുകൾ വെച്ചുമാറാൻ കേരള കോൺഗ്രസും തയ്യാറായിട്ടുണ്ട്. ഏറ്റുമാനൂർ വിട്ടു നൽകി പൂഞ്ഞാർ ആവശ്യപ്പെടാനാണ് PJ ജോസഫ് വിഭാഗം ആലോചിക്കുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.